ഹലോ ഹായ് ദിസ് ഈസ് റോസ്മി. ഒരു വീട്ടിൽ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു വില്ലയോ വാങ്ങിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ വരുമ്പം വീട്ടിൽ പല അഭിപ്രായങ്ങൾ വരാം. ഒരു ഫാമിലിക്ക് എന്താണ് റിക്വയർമെൻറ്റ് വേണ്ടത്, അതിനെ മനസ്സിലാക്കിയിട്ടാണ് ഒരു തീരുമാനത്തിലെത്തുക. അത് ചിലപ്പോൾ ബഡ്ജറ്റ് ആയിരിക്കും, ലൊക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിരിക്കാം. ചിലരുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഹാഫ് ഫ്ലാറ്റ് ലൈഫ് ആയിരിക്കും ഇഷ്ടം, ഹാഫ് വില്ല ലൈഫ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 3860 സ്ക്വയർ ഫീറ്റിലെ വരുന്ന 4 BHK ഡ്യൂപ്ലി അപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഫ്ലാറ്റ് ലൈഫിൽ കിട്ടേണ്ട ഒരു ലൈഫ് സ്റ്റൈൽ കിട്ടുകയും ചെയ്യും. എന്നാൽ നമുക്ക് ഒരു ഉള്ളിലെ അകത്തേക്ക് കടക്കുമ്പോൾ ഒരു വില്ലയുടെ ഉള്ളിലാണെന്നുള്ളൊരു ഫീല് കിട്ടുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഡ്യൂപ്ലി അപ്പാർട്ട്മെൻറ്റ്. വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമുള്ള ഒരു ലൈക്ക് കമ്മ്യൂണിറ്റി ലിവിങ് ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റാണ്. ഓക്യുപ്പൻസിയൊക്കെ കിട്ടിയ ആളുകളെല്ലാം താമസിക്കുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ ഒരു ഡബിൾ ഹൈറ്റിൽ ഒരു ലിവിങ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്നിട്ട് ഒരു ഡൈനിങ് ഏരിയ, ഡൈനിങ് ഏരിയ എന്നൊക്കെ ഫ്രഞ്ച് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയ ബാൽക്കണീസ് ആണ്, ചുറ്റും ബാൽക്കണികളാണ്. ഈ ഒരു ഡ്യൂപ്ലി അപ്പാർട്ട്മെൻറ്റിൽ ബാൽക്കണിയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കിച്ചൺ, വർക്ക് ഏരിയ, അതേപോലെ സെർവൻറ്റിന് ഒരു റൂം, ബാത്റൂം ഒക്കെ ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അവർക്കും ഒരു പ്രൈവസി കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു നല്ലൊരു ബെഡ്റൂം. ഡൈനിങ് കഴിഞ്ഞ് കഴിയുമ്പം ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെയാണെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. അപ്പോൾ ഇതിൽ ഹാൻഡ് റെയിൽ പിടിപ്പിച്ചിട്ടില്ല. ഇപ്പം നമുക്കിപ്പോൾ ഒരു എങ്ങനെയാണെങ്കിലും ഇങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ വരുമ്പോഴേക്കും ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ഉണ്ടാവാതിരിക്കില്ല. അപ്പം ആ സമയത്ത് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഒരു തീം ഇൻറ്റീരിയറിനെ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഹാൻഡ് റെയിൽ പിടിപ്പിക്കാം. താഴെ ഒരു പൗഡറും കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റുകൾ ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാം. പിന്നെ മേളിലേക്ക് വരുന്ന സമയത്ത് 3 ബെഡ്റൂംസ് ആണ്. അതിൻ്റെ കൂടെ മേളിലൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂംസും നല്ല വെന്റിലേഷനുണ്ട്. നമുക്ക് 3 ബെഡ്റൂംസിലും പോവുകയാണെങ്കിൽ ബാൽക്കണീസ് അല്ലെങ്കിൽ നല്ല വെന്റിലേഷൻ ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബെഡ്റൂംസ് ആണ് മേളിലൊക്കെ. ബാത്റൂംസും നല്ല വലിപ്പമായിട്ട് ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുള്ള ബാത്റൂംസ്. ഇനി ഇതിനൊരു ഭംഗി വരുന്നത് എപ്പോഴും ഇൻറ്റീരിയർ കൂടെ ചെയ്യുമ്പോഴാണ്. ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഫ്ലോറിലായിട്ട് നിൽക്കുമ്പോൾ എപ്പോഴും ഒരു വില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് കുറച്ച് കുറഞ്ഞു പോകും. ഇതെന്ന് പറഞ്ഞാൽ കുറേ ബാൽക്കണിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ചെടികളും ഒക്കെ വെക്കാനുള്ളൊരു സ്ഥലവും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അത് ഫുള്ള് നല്ല ഫർണിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വില്ലയിലാണെന്നുള്ളൊരു ഫീല് തന്നെയായിരിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ പനമ്പള്ളിനകർ എൻഡിലാണ്. അതേപോലെ കടവന്ത്രയിലേക്കും വളരെ ഈസി ആയിട്ട് ആക്സസ് ഉള്ള ഒരു ലൊക്കേഷൻ. ഒരു നല്ലൊരു ഇൻറ്റീരിയർ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു നല്ലൊരു വില്ലയിലാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റാണ് ഞങ്ങൾക്ക് വേണ്ടത്. പക്ഷെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കരുത്, ഒരു വില്ലയിലായിരിക്കണം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, കുറച്ചും കൂടെ ഭയങ്കര സ്പേഷ്യസ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയ ഒന്ന് തന്നെയാണ്. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.